ഇനി നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു അറേഞ്ച്മെന്റ് ആണ്. അതിന് ആദ്യം നമുക്ക് ലീഫുകൾ വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യത്തെ ഭാഗത്ത് എത്രയാണോ കൊടുത്തിരിക്കുന്നത് അതിന്റെ ഒരു ആനുപാതിക സൈസിലാണ് നമ്മൾ ഓപ്പോസിറ്റ് ഭാഗത്തും കൊടുക്കേണ്ടത്. നമ്മൾ എപ്പോഴും ഒരു അറേഞ്ച്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഒത്തിരി ലീഫുകൾ നമ്മൾ ഉപയോഗിച്ച് ഒരു ലീഫ് മാത്രമാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. നമ്മളിപ്പോൾ ഒരു ഫ്ലവേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ, എന്നാൽ സ്പോഞ്ച് കാര്യങ്ങളൊക്കെ മറയുന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. ഏകദേശ രൂപത്തിലുള്ള ലീഫുകൾ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സുകൾ വെച്ച് തുടങ്ങാം. അപ്പം ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ എന്തായിരുന്നു ചെയ്തിരിക്കുന്നത് ആ രൂപത്തിൽ തന്നെ നമ്മൾ ഫ്ലവർ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യുന്നു, ലീഫൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നു, ആവശ്യത്തിലുള്ളൊരു സൈസ് നമ്മൾ എടുക്കുന്നു, കട്ട് ചെയ്ത് നമ്മൾ ബേസിക്കായിട്ട് 2 ഫ്ലവറാണ് അവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴത്തെ റോയിലായിട്ട് 2 ഫ്ലവർ വെച്ചെടുക്കുന്നു. ഇതിൻ്റെ പോൺസ് കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഈ അളവ് വീണ്ടും നമ്മൾ എടുത്ത് നോക്കുന്നു. അതിനുശേഷം നമ്മൾ അനാവശ്യമായ പെറ്റൽസ് അല്ലെങ്കിൽ ക്ലീൻ അല്ലാത്ത പെറ്റൽസ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. അതിൻ്റെ അടുത്ത് നമ്മൾ രണ്ടാമത്തെ വെച്ച് കൊടുക്കുന്നു. കൃത്യമായിട്ടുള്ള ഒരു അളവിലും തൂക്കത്തിലും എന്നുള്ള പോലെ ഒരു ആനുപാതികത ആവശ്യമാണ്. അപ്പോഴാണ് നമ്മുടെ അറേഞ്ച്മെന്റ് ഭംഗിയുള്ളത് എന്ന് നമുക്ക് ആ ഫ്ലവേഴ്സിന്റെ ഭംഗി, നമുക്ക് ആ ബൊക്കെയുടെ ഭംഗി, ആ അറേഞ്ച്മെന്റിന്റെ ഭംഗി നമുക്ക് കൃത്യമായിട്ട് ആസ്വദിക്കാൻ സാധിക്കും.
തിങ്ക് യു ലൈക്ക് ഇറ്റ്.